അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം. എല്ലാവരും സുഖമായിട്ടിരിക്കാന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പൊ ഇന്നൊരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് ആണ് കേട്ടോ. ഇന്നിപ്പോ ആ കുട്ടികളും ഒക്കെ എല്ലാവരും വീട്ടിലുള്ള ദിവസമാണ് കേട്ടോ. ഇക്കാക്ക് മീൻവണ്ടി ചെറിയൊരു കംപ്ലൈന്റ് ആയിട്ട് ഇന്ന് പോയിട്ടില്ല കേട്ടോ. മീൻവണ്ടി വർക്ക്ഷോപ്പിൽ കൊണ്ടുവരക്കാണ്. പിന്നെ ഇതാ ഇന്ന് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയും കൂടി ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് മിക്സിന്റെ ചെറിയ ജാറിലേക്ക് കുറച്ച് തേങ്ങ, പച്ചമുളക് ഒരു 1-2 മതിയാവും കേട്ടോ. പിന്നെ കുറച്ച് ചെറിയ ജീരകം, കറിവേപ്പില ഇതൊക്കെ കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ. ഒന്നിങ്ങോട്ട് ചതഞ്ഞ് കിട്ടിയാൽ മതി. ഒരുപാട് ഇങ്ങനെ നമ്മൾ കരക്കുന്ന പോലെ പേസ്റ്റ് ആക്കി എടുക്കണ്ട. ഇനി അതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ഗോതമ്പ് പൊടി എടുക്കാം കേട്ടോ. ഗോതമ്പ് പൊടിയോടെ ഇന്ന് നമ്മളിങ്ങനെ കലക്കി ദോശയും അതുപോലെ തന്നെ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി മടുത്തിരിക്കുന്നവർക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു ഗോതമ്പ് പൊടിയിലേക്ക് ഒന്നല്ലെങ്കിൽ നന്നായിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് മിക്സ് ആക്കിയ ശേഷം ഈ ഒരു തേങ്ങന്റെ മിക്സ് ചേർത്ത് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ തേങ്ങന്റെ മിക്സ് കൂടി ചേർത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ആക്കി എടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് പാകം അതുപോലെ ചെയ്തെടുക്കുക. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ മിക്സ് ആക്കി കൊടുക്കുക. ഇതിന്റെ ഒരു കൺസിസ്റ്റൻസി എത്രയെന്ന് പറഞ്ഞാൽ നമ്മുടെ ദോശമാവ് ഉണ്ടല്ലോ അതിനേക്കാൾ കുറച്ചും കൂടി ലൂസായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയാണ് കേട്ടോ വേണ്ടത്. ഇനിയിപ്പോൾ കുറച്ച് അത്യാവശ്യം നന്നായിട്ട് ലൂസായി പോയാലും നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ദോശയായിട്ട് നല്ല ക്രിസ്പി ആയിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. കുറച്ച് കട്ടിയിൽ മാവുണ്ടെങ്കിൽ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയായിട്ടും കിട്ടും. അപ്പോൾ ഇതാ ഈ ഒരു കൺസിസ്റ്റൻസി കണ്ടില്ലേ, ഇതാ ഈ ഒരു രീതിയിലാണ് ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. പിന്നെ ലാസ്റ്റ് ആയപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കൂടി എക്സ്ട്രാ ചേർത്തിട്ട് കുറച്ച് ക്രിസ്പി ആയിട്ടുള്ള 2 കൂടി ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും സംഭവം നല്ല ടേസ്റ്റി ആയിരുന്നു. ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ഇതാ നമ്മൾ തേങ്ങന്റെ മിക്സ് ചേർത്ത സമയത്ത് അതിലേക്ക് ഇതാ ചെറുള്ളിയോ സവാളയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പറയാൻ വിട്ടുപോയതാണ്. ഒരു ഹാഫ് സവാളയും കൂടി കട്ട് ചെയ്തിട്ട് തേങ്ങന്റെ കൂടെ ഒന്ന് ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമ്മൾ ദോശച്ചട്ടി വെച്ചിട്ട് കുറച്ച് എണ്ണ ഒന്നാക്കി കൊടുത്തിട്ട് ഇതേപോലെ നന്നായിട്ടൊന്നും പരത്താൻ പറ്റൂല, കാരണം തേങ്ങൻ്റെ ആ ഒരു ഇതൊക്കെ ഉള്ളതുകൊണ്ട് ജസ്റ്റ് ഒന്നും കൂടെ പരത്തി കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഇതാ പാല് വന്നിട്ടുണ്ടായിരുന്നു. ഇതാ ചായ വെക്കാനും വേണ്ടിയിട്ട് പാത്രത്തിൽ വെള്ളവും കാര്യങ്ങളൊക്കെ ഒഴിച്ചിട്ട് ഇതാ വെക്കാൻ വേണ്ടി പോവാണ്. പിന്നെ മേൽഭാഗം ഒന്നങ്ങോട്ട് വെന്ത് വരുന്ന സമയത്ത് കുറച്ച് നെയ്യൊന്ന് മേലെ ഒന്ന് ഒറ്റിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതേപോലെ ഒന്ന് തിരിച്ചും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ക്യാമറയിൽ എന്നെ കാണുന്നുണ്ടോ നോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോയിലേക്ക് ഇടയ്ക്ക് നമ്മൾ നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന ഭാഗമൊന്നും ആയിരിക്കുമല്ലോ കേട്ടോ. ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടായിരിക്കും, അതൊക്കെ ബ്ലറായിട്ടായിരിക്കും കാണുന്നുണ്ടായിരിക്കാം. അതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ ദോശ ഉണ്ടാക്കുന്ന ഇടയിൽ കൂടെ തന്നെ ചായയും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്നലത്തെ മീൻകറി ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഇന്ന് കറി ഉണ്ടാക്കേണ്ട ഒരു വലിയൊരു പണി ഇന്ന് രാവിലെ ലാഭമാണ് കേട്ടോ. കറിയൊക്കെ നമുക്ക് രാത്രി ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല എളുപ്പമാണ് അല്ലേ രാവിലെ. അപ്പോൾ ഇതാ മീൻകറി ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഒന്ന് ചൂടാക്കി എടുത്തിട്ട് ഇതാ ഫൈസി കുട്ടിക്ക് ഇതാ ഞാൻ കൊണ്ടേ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഫാദർ കുട്ടി നല്ല ഉറക്കമാണ്, എഴുന്നേറ്റിട്ടില്ല കേട്ടോ. അപ്പോൾ ഫൈസി കുട്ടിക്ക് ഇതാ ചായയൊക്കെ ഒന്ന് ചൂടാറ്റിയിട്ട് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ ഇതാ നമ്മൾ ഈ ഒരു ദോശയിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി കുറച്ച് മഞ്ഞപ്പൊടിയൊക്കെ ഇടാം കേട്ടോ. ചെറിയൊരു കളറിന് വേണ്ടിയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇതാ ചായയൊക്കെ ആറ്റി കൊടുത്തു. പിന്നെ ഞാനും കൂടി കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ തലേദിവസം അരി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഇപ്പം ഇക്കാക്ക് രാത്രി ചപ്പാത്തി ഒന്നും ഇഷ്ടമല്ല, ഈ ഒരു ദോശ ഇഡ്ഡലി മതി എന്നാണ് പറയുന്നത്. അപ്പം രാത്രി ഞാൻ അങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു. കിടക്കാൻ വേണ്ടി പോയിട്ട് ഓർമ്മ വന്നിട്ട് പിന്നെ എഴുന്നേറ്റ് വന്ന് ഇട്ടതാണ് കേട്ടോ. എന്നാലല്ലേ നമുക്ക് രാവിലെ അരച്ച് വെച്ചാലല്ലേ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും വരുള്ളൂ. കാരണം കൂടുതലും മൂപ്പര് രാത്രിയല്ലേ ഇവിടുന്ന് കഴിക്കണുള്ളൂ കൂടുതൽ ദിവസം. മീന് പോകുന്ന ദിവസങ്ങളൊക്കെ രാവിലെയും ഉച്ചക്കൊക്കെ കൂടുതലും പുറത്തുനിന്നാണ് കഴിക്കുക. ഉച്ചയ്ക്ക് പരമാവധി ഒരു 3 മണിയൊക്കെ ആകുമ്പോൾ എത്തുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് കഴിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ ഹോട്ടലിൽ നിന്ന് കഴിച്ചിട്ടാണ് വരിക. കാരണം അത്രയും നേരമൊന്നും നമുക്ക് സഹിച്ചിരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ രാവിലെ തന്നെ രാവിലത്തെ ഈ ഒരു ചായയോടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വേഗം തന്നെ അരിയൊന്ന് അരച്ച് വെക്കാണ് കേട്ടോ. ഇന്നിപ്പോൾ അത്യാവശ്യം വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ പെട്ടെന്ന് പൊന്തി കിട്ടായിരിക്കും. പിന്നെ നമ്മൾ തീ കത്തിക്കുമ്പോൾ അടുപ്പിൻ്റെ അടുത്ത് വെച്ച് കഴിഞ്ഞാലും പെട്ടെന്ന് റെഡിയായി കിട്ടുമല്ലോ. അങ്ങനെ ചോറും തലേദിവസം തന്നെ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ വെള്ളത്തിലിട്ടിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഈ അരി അരയ്ക്കുന്ന സമയത്തുണ്ടല്ലോ ഈ ഒരു ചോറും അരി ഉഴുന്ന് നല്ലോണം കഴുകിയിട്ട് അതിൻ്റെ കൂടെ തന്നെ ചോറും കൂടി ഇട്ടിട്ട് കുതിർത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ മാവ് ഒന്നും കൂടി ടേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. ചോറ് നമ്മൾ പിറ്റേ ദിവസം എക്സ്ട്രാ ചേർക്കുന്നതിനേക്കാൾ പകരം അരിൻ്റെ കൂടെ തന്നെ വെള്ളത്തിലിട്ടിട്ട് പിറ്റേ ദിവസം ജസ്റ്റ് ഒന്നുകൂടി കഴുകി കളഞ്ഞിട്ട് അരച്ചെടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവും. പക്ഷെ ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ ചോറ് ചിലപ്പോൾ കേടായ പോലെ ആവും. അങ്ങനെ അരിയൊക്കെ ഏകദേശം അരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത പണി തീ കത്തിക്കലാണ്. തീ ഒന്ന് കത്തിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ഒന്ന് അടുപ്പത്തുനിന്ന് മാറിയപ്പോഴത്തേക്കും പിന്നെയും കെട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കഞ്ഞിക്കലം മാറ്റിയിട്ട് പിന്നെ ഇത് ആദ്യം തൊട്ട് ഒന്നും കൂടി കത്തിക്കാണ് കേട്ടോ. കത്തി കിട്ടാൻ ഭയങ്കര പാടാണ്. പക്ഷെ ഈ പ്രാവശ്യം കിട്ടിയത് നല്ല വിറകാണ്. പക്ഷെ കുറച്ചൊക്കെ ഒരു വലിയ വിറക് പോലത്തെ വിറകാണ്. അതുകൊണ്ട് തന്നെ കത്തി കിട്ടാൻ വിറകിലേക്ക് കത്തി പിടിച്ച് കിട്ടാൻ കുറച്ച് പാടാണ്. പക്ഷെ കിട്ടിക്കഴിഞ്ഞാൽ എളുപ്പമാണ്. അങ്ങനെ തീയൊക്കെ ഒന്ന് ഊതി കത്തിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും മിക്ക വന്നിട്ടുണ്ടായിരുന്നു കടയിൽ പോയിട്ട്. അപ്പോൾ മൂപ്പർക്കും കൂടി ഇതാ ചായ വെച്ചിട്ടുണ്ട് കേട്ടോ. കറക്റ്റ് ഒരു ഗ്ലാസ് വെച്ചിട്ടുള്ളൂ. വലിയ ഗ്ലാസ് ഒന്നും കുടിക്കൂല കേട്ടോ. ഇതിലിപ്പോൾ ഇത് പകുതി കൊടുത്തു കഴിഞ്ഞാലും എന്തായാലും ബാക്കി കുറച്ചും കിട്ടാനെ കൊണ്ടുവരും. അപ്പോൾ ഞാൻ കുറച്ച് മാത്രമേ ചായ ഒഴിച്ചുള്ളൂ.
അപ്പോഴത്തേക്ക് നമ്മുടെ ചോറും കാര്യങ്ങളൊക്കെ, ചോറല്ല വെള്ളമൊക്കെ തളിച്ചിട്ടുണ്ട്. അങ്ങനെ അരിയും കാര്യങ്ങളൊക്കെ ഒന്ന് ഇടാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് മാറാലും തട്ടാൻ വിചാരിച്ചിട്ട് വന്നാണ്. കുറേ ദിവസമായി ഇതിനു വേണ്ടി ഇങ്ങനെ വിചാരിക്കണം, മാറാലും തട്ടാൻ വേണ്ടിയിട്ട്. അതിനുള്ളൊരു സമയം ഇങ്ങനെ കിട്ടണില്ല. അപ്പം ഇന്ന് എന്തായാലും തട്ടാന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ ഉച്ചക്കത്തെ പണികളല്ലേ ഉള്ളൂ, സമയമുണ്ടല്ലോ പറഞ്ഞിട്ടാണ്. അപ്പോൾ ഞാൻ നോക്കിയ സമയത്ത് നമ്മുടെ സിറ്റൗട്ടിന്റെ ഈ ഒരു ചുമരിൽ അവിടെ എന്തോ സാധനം ഇങ്ങനെ തെറിച്ചിട്ടുണ്ട് കേട്ടോ. പാറപ്പൊടിയോ എന്തോ സംഭവം. അപ്പൊ അതെന്താണെന്ന് ഇങ്ങനെ ചോദിക്കാണ് കേട്ടോ, എന്താ അവിടെ പാടുന്നത്. ചെളിയല്ല, പാറപ്പൊടി ഇങ്ങനെ തെറിക്കുമല്ലോ അങ്ങനെ. ഇതിപ്പോ വീഡിയോയിൽ കാണുമ്പോൾ ഒന്നും കാണുന്നില്ല, പക്ഷെ ശരിക്കും നല്ലോണം നല്ല വൃത്തിയായിട്ടുണ്ടായിരുന്നു. കുറെ ദിവസമായി അത് തുടക്കണം എന്ന് ഇങ്ങനെ വിചാരിക്കണം. അങ്ങനെ ഞാൻ അതൊരു തുണി നനച്ചിട്ട് തുടക്കുന്നുണ്ടായിരുന്നു. കുറെയൊക്കെ പോയിട്ടുണ്ട്, നല്ലോണം പോയിട്ടില്ല. ഇപ്പോഴും വീഡിയോയിൽ കാണുമ്പോൾ കാണുന്നില്ല സംഭവം, പക്ഷെ നേരിട്ട് കാണുമ്പോൾ അത്യാവശ്യം കാണുന്നുണ്ട്. ഇപ്പൊ ലൈറ്റ് ആയിട്ട് പോയിട്ടുണ്ട്. നല്ല കളർ ഉണ്ടായിരുന്നത് കുറച്ചൊന്ന് ലൈറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ ഒന്ന് തുടച്ച് എല്ലാ ഭാഗത്തും ഒന്ന് മാറാലും തട്ടണമായിരുന്നു. അത്യാവശ്യം ഉണ്ടായിരുന്നു, നല്ല മാറാലൊന്നും ഇല്ല, എന്നാലും എല്ലാ റൂമിലും ഹാളിലും കിച്ചണിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഒന്ന് തട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ തട്ടൽ കഴിഞ്ഞ ശേഷം ബേക്കറിയും കാര്യങ്ങളൊക്കെ കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഒന്ന് ഇത് നമ്മുടെ പാതക്കുട്ടിന്റെ ഇതാണ് കേട്ടോ, സ്നാക്സ് ഒക്കെ ഇട്ട് വെക്കണ ഒരു പാത്രമാണ്, സോപ്പ് പൊടിന്റെ പാത്രമാണ് കേട്ടോ. അത് അട്ടപ്പാടിയിൽ നിന്ന് ഇപ്പൊ കൊടുത്തു വിട്ടതാണ്. അവൾക്ക് ഇതേപോലെ ഇട്ട് വെക്കാനൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അതിൽ ഞാനിതാ സ്നാക്സും കാര്യങ്ങളും ഇന്ന് ഇട്ട് വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഉച്ചക്കത്തെ കാര്യങ്ങളൊക്കെ നോക്കാണ്. അപ്പൊ ഇന്ന് ഉച്ചയ്ക്ക് നമ്മൾ മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഫ്രണ്ടിൽ വന്നപ്പോൾ എന്തോ ഒരു മീൻ, അതിന്റെ പേര് എനിക്ക് അറിഞ്ഞില്ല, ഞാൻ കാണിച്ചു തരാം കേട്ടോ. മുള്ളം മീൻ ഉണ്ടല്ലോ ചെറുത്, അതേപോലെയാണ് ഏകദേശം, ടേസ്റ്റും ഏകദേശം അതേപോലെയൊക്കെ തന്നെയാണ്. പക്ഷെ ഇതിന്റെ മേത്ത് ഒരു തൊലിയൊക്കെ ഉണ്ട് കേട്ടോ, കറുത്തത്. അത് കളയൊന്നും വേണ്ടാന്നാണ് പറഞ്ഞത്, കളഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ പോകും പറഞ്ഞിട്ട്. അങ്ങനെ ഇക്കാണ് കേട്ടോ മീനൊക്കെ വെട്ടി തന്നത്. അപ്പൊ മീനിക്ക് വേണ്ടിയിട്ട് മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെറുള്ളിയും വെളുത്തുള്ളിയും പിന്നെ ചെറിയ പീസ് ഇഞ്ചി പിന്നെ കുറച്ച് പെരുംജീരകം, കുരുമുളക് ഡ്രൈ ആയിട്ടുള്ളത് ഉണ്ടെങ്കിൽ അത്, ഇല്ലാന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി ഇട്ടാൽ മതി. പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കാം. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ മീൻ. ഇതിന്റെ പേരെന്താന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ അതിലേക്ക് ഫസ്റ്റ് തന്നെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഒരു ചെറുള്ളിന്റെയും വെളുത്തുള്ളിന്റെ ഒക്കെ പേസ്റ്റ് ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുത്തു. പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും, കുരുമുളക് പൊടി ഞാൻ ഇട്ട് കൊടുത്തില്ല, കാരണം കുരുമുളക് നമ്മൾ അരച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. അത് പിന്നെ കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും വിനീഗറും കൂടി ചേർത്തിട്ട് മീൻ നന്നായിട്ട് മസാല തേച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇന്ന് കറിയായിട്ട് വെക്കുന്നത് മോര് കറിയാണ്. കുമ്പളങ്ങയും മോരൊക്കെ വെച്ചിട്ടുള്ള കറി ഉണ്ടല്ലോ, തേങ്ങ അരച്ചിട്ടുള്ള ആ കറിയാണ്. കുമ്പളങ്ങ വാങ്ങിയിട്ട് ഏകദേശം ഒരാഴ്ചയായി. ഇന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ എന്തായാലും അതെടുത്ത് കളയേണ്ടി വരും. അപ്പോൾ ഇന്ന് എന്തായാലും വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ തേങ്ങയും കാര്യങ്ങളൊക്കെ ഒന്ന് പീസാക്കിയിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമ്മുടെ ചാനലിലേക്ക് ആരെങ്കിലും പുതിയതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടോ. നിങ്ങൾക്ക് വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ. പിന്നെ എന്തെങ്കിലും അഭിപ്രായം എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ആയിട്ടും പറയാം കേട്ടോ. പിന്നെ നമ്മളെ വീഡിയോക്ക് ഒരു ലൈക്കും കൂടി തരാം. അങ്ങനെ നമ്മൾ കുമ്പളങ്ങ മഞ്ഞപ്പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമ്മൾ തേങ്ങയും ജീരകവും ചെറുള്ളൊക്കെ ഇട്ട് അരച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് ലാസ്റ്റ് തൈരും കൂടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മോരുകറി റെഡി. പിന്നെ ഈ ഒരു ഉള്ളിയരിന്ന് ചെറുപയറൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊന്ന് തൂമിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഉള്ളി അരിയുന്നത്. അതൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ നമ്മൾ ചോറൊക്കെ കഴിച്ചു. എന്നിട്ട് കുറച്ച് നേരമൊക്കെ കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഞാൻ ഷൂട്ട് ചെയ്യാനൊന്നും നിന്നില്ല കേട്ടോ, കാരണം ഫോണിൽ ചാർജൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.